അപ്പൊ ഇന്ന് ആരാണ് റെഡി ആയിക്കണത്? അല്ല ഞങ്ങൾ ചെക്കൻ്റെ അടി കൊള്ളാൻ ചെക്കൻ്റെ അടിയൊക്കെ ഒക്കെ ഡീകോഡ് ചെയ്ത് ഒരു കളിയിലേക്കാണ് ഇപ്പൊ ചെക്കൻ നേരത്തെ ഔട്ടായത്. അതൊക്കെ ബാക്കിയൊക്കെ ഒരു 40 റണ്ണ് ഗ്യാരണ്ടിയാ. പിന്നെ അങ്ങോട്ട് പോയ പിന്നെ സെഞ്ചുറി. ഇതാണ് കളി. അതും അതാണ് ഞങ്ങളെ ശക്തി. കഴിഞ്ഞ കളിയിൽ ചെക്കനെ വേ ഔട്ടാക്കി എന്നും പറഞ്ഞാൽ ചാടിക്കും പരാഗ അങ്ങോട്ട് അടിച്ചു നിരത്തി. അപ്പൊ അതുകൊണ്ട് GT ഇന്ന് ആ മോഹം നിങ്ങൾക്ക് ടോപ്പ് 4 കയറാന്നുള്ള മോഹം അത് ഇന്ന് തീരുമാനം. 4ാം സ്ഥാനത്താണ് ഞങ്ങൾ. അതാണ് ടോപ്പ് 4 നിങ്ങളെ തടി. ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചാൽ ടോപ്പ് 4 നിങ്ങൾ വരില്ലല്ലോ. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതാണ് ആ വിശ്വാസം നിങ്ങളെ കാക്കട്ടെ. അത് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് എന്താ അറിയോ ഈസി ആയിട്ട് 4ാം സ്ഥാനത്ത് കയറും. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാലേ കഴിഞ്ഞ മിഞ്ഞാന്നത്തെ മഴത്ത് നിങ്ങള് 3 കളി ജയിച്ച അഹങ്കാരല്ല. ഞങ്ങൾ കഴിഞ്ഞ 3 കളിന്നല്ല മുമ്പേ ജയിച്ചു തുടങ്ങി. ആദ്യം കപ്പെടുത്തു. ഞങ്ങള് ജയത്തിന്റെ ഫ്ലോയിൽ ഇങ്ങനെ പോവാണ്. ആ ഫ്ലോ ഒരു പോക്കുണ്ടാവില്ല. നിങ്ങളെ ആ ഫ്ലോയിൽ നിങ്ങളാണ് ഒലിച്ചു പോകും. നിങ്ങള് ചെറിയ ചെക്കനെയും മുന്നിൽ വെച്ച് കണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. വിപ്ലവല്ല ഒരു 15-കാരനെ 14-കാരനെ അതൊക്കെ ഇങ്ങനെ ആ പ്രായത്തിലുള്ള പൊട്ടിത്തെറുപ്പിൽ കുറച്ച് അടിച്ചു സഹിക്കാൻ പറ്റില്ല. അത്ര തന്നെ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ തീരും. ആൾക്കാര് കഴിഞ്ഞ കളിയിൽ തന്നെ 2 നോട്ടം ഇട്ടാണ് ചെക്കൻ പേടിച്ചിക്കണ് കഴിഞ്ഞിങ്ങനെ. അടുത്ത കളി ശരിയാക്കി തരാം. അതിന് ഓൻ ഇറങ്ങുമോന്നാ ഓൻ പേടിച്ച് മുങ്ങും. ഞാൻ എങ്കിടിനെ ഇറക്കും. അത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിക്കണ്. പണ്ട് ഇതേപോലെ ഒരു SRC തൊടുത്തുണ്ടായിരുന്നു. ഓൻ അടിച്ച് നേരത്തെ ഓപ്പ ടീമിലെല്ലാതായി. ഞങ്ങൾ ബോളിങ് ഭയങ്കര ഫോമിലാണ്. ഫോം എന്ന് പറഞ്ഞാൽ ഫോമിലാണ്. പ്രസിദ്ധ കൃഷ്ണ ഫോം ഔട്ടായി. അതൊക്കെ അതിന് പകരം അതിങ്ങനെ പറഞ്ഞു തള്ളിയൊക്കെ അതിന് പകരം ആള് വന്നു. അതിന് പകരം ആള് വന്നു. ഒപ്പമുള്ള ആൾക്കാർ ഫോമായി. എല്ലാരും കാനപ്പ കാണില്ലല്ലോ. രസമില്ല. അത് ഞങ്ങള് ഞങ്ങൾ തന്നെ അഭിപ്രായം അത് നൈസായി മൂപ്പര സൈഡൊക്കെ ഇരുത്തി കഴിഞ്ഞ കളിയില് പകരം ആളാണ് നിസാന്ത് സിന്ധു. പകരം ആളും അങ്ങനെ ഫോം ആയിട്ടൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ ടീം ഒരു നല്ല ഫോമിലാണ്. ആരെ തോൽപ്പിച്ചു വരുന്നേ? ആരെ തോൽപ്പിച്ചു? PB കേസിനെ എല്ലാരും തോൽപ്പിച്ചിട്ടുണ്ട്. 3 കളിയായിട്ട് ഒരു തോറ്റിക്കാം. ഓലെന്തേനു പറഞ്ഞിന്റെ ഓലെന്താ പറഞ്ഞിന്റെ IPL ഞങ്ങൾ ആരും ഇല്ല. കപ്പിന്റെ അടുത്ത് നിക്കണ കപ്പ് കിട്ടി തന്നക്കി എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി. സംഘക്കാരന്റെ കുട്ടികളാ. ഫസ്റ്റത്തെ കളികളൊക്കെ തോറ്റത് എങ്ങനെ നിങ്ങൾ വലിയ ഫോമിലൊന്നും അല്ല. എന്തൊക്കെ ആ ചെക്കൻ ഇങ്ങനെ ഒന്ന് കണ്ണിന് ഫോമായി തുടങ്ങിയിട്ടുള്ളൂ. ആദ്യം മൊത്തം ചെക്കന്റെ തോളിലേനു എല്ലാരും കൂടി പൈസമാരെല്ലാരും കൂടി. ഡൊണാവൻ ശരീര എന്താ പറയാ മൂപ്പര് എറിഞ്ഞാടി കഴിഞ്ഞ കളിയിലൊക്കെ പറ്റിയ ജഡേജനെ നേരത്തെ ഇറക്കി കുഴപ്പമായത്. ഇനിയിപ്പോ ആ കുഴപ്പം ഇപ്രാവശ്യം പറ്റൂല. ശരീരം അങ്ങനെ അടിച്ചു. പിന്നെ ആർച്ചറിന്റെ തിജിന്റെ ഉണ്ടാ അത് നിങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് സായി സുദർശൻ ഗില്ല് ചെറിയൊരു ഫോമൊന്നുമല്ല. മൂപ്പര് 2020 പറഞ്ഞ അങ്ങനെ തന്നെ ഇന്ത്യൻ ടീമൊക്കെ പരിഗണിക്കണം കൂടില്ല. ഞാൻ പോവാ. മൂപ്പർ ഉസാറിലായിട്ട് ഇവനെ പറ്റൂലെന്ന് മനസ്സിലായിട്ട് സൂര്യകുമാർ ഇതിപ്പോ പ്രിൻസാന്നൊക്കെ പറഞ്ഞു എടുക്കൂല. കഴിഞ്ഞ് അത് പ്രിൻസ് ആണെന്ന് തെളിയിക്കും. മനസ്സില്ല. അവിടെ 14 വയസ്സിന്റെ ചെക്കന്റെ ആ തളപ്പ് 15 വയസ്സിന്റെ തളപ്പ് ആ തളപ്പൊക്കെ ആറിക്കഴിഞ്ഞു. അതൊന്നും ജയ്സ്വാളാ SOC ജയ്സ്വാൾ എന്നൊക്കെ പറഞ്ഞാല് എന്താ ഒരേ ടൈപ്പ് അടിച്ചിരുന്ന ആളാണ്. അതൊന്നും ഞങ്ങളുടെ ബട്ട്ലർ ഫോമിലാണ്. നോക്കണ്ട തെവാത്തിയ ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ ചെറുതായിട്ട് എന്തിനാണ് ടീമിൽ എടുത്തത് ഫോമിലാണ്. ജെയ്സൺ ഹോൾഡറിന്റെ ഫോമിന്റെ മുമ്പിലൊക്കെ നിങ്ങൾ ബാറ്റ് കൊണ്ട് ചെറിയ ക്യാമിയോ കളിക്കും. ബൗളിംഗ് എന്താ കഴിഞ്ഞ കളിയിൽ 4 വിക്കറ്റ് അടുത്ത് 4 വിക്കറ്റാണ് കഴിഞ്ഞ കളിയല്ല. ഇന്നിപ്പോ നിങ്ങൾ ഫസ്റ്റ് ഓവർ കൊടുക്കി. ഞങ്ങൾക്ക് അതിന് ആൾക്കാരുണ്ട്. സിറാജ് ഉണ്ട്, സിറാജിന്റെ കാര്യം
ഊമറൊക്കെ കിട്ടിയ പോലെ ആവൂല കിട്ടല്. സിറാജ് റബാദിന്റെ ഓപ്പണിംഗ് കസറും ആ ചെക്കനെ ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് കസറും തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓപ്പണിംഗ് ബൗളിംഗ് കസറും സിറാജ് ആണെന്നുള്ളത് ഞാൻ ഓർത്തിയില്ലായിരുന്നു. ഇന്ന് സിറാജൊക്കെ കൂടി DSP ഒക്കെ കൂടി ഉണ്ടാവും ഒരു കഥ.